you have to have Modi call the president. And they were uncomfortable doing it. So Modi didn't call. Wow. So that Friday left. Middle of the next week, we did Indonesia, the Philippines, right? Vietnam. We announced a whole bunch of deals. Malaysia in that period. So we did these whole bunch of deals. So that's like, എടാ നീയൊക്കെ അവിടെ കിടന്ന് എന്ത് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഞങ്ങളുടെ വിശ്വഗുരു നിന്നൊന്നും വിളിക്കാൻ പോകുന്നില്ലടാ. ആരടാ ട്രംപ്? ട്രംപ് എന്താ ഞങ്ങളുടെ ഉച്ചാളി കാണിച്ച് പേടിപ്പിക്കുകയാണ്? നീയൊക്കെ ഞാൻ അവിടെ കിടന്ന് അണ്ണി പറഞ്ഞ് എന്ത് വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ബയോളജിക്കൽ ദൈവമാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. നിന്റെ ട്രംപും അല്ലെങ്കിൽ ബാക്കി ടീമും ഒന്നുമില്ല, ബയോളജിക്കൽ ദൈവം, വിശ്വഗുരു. മൂപ്പരൊന്ന് കണ്ണ് തുറന്നാലല്ലോ നീയൊക്കെ അങ്ങനെ കരിഞ്ഞ് പൊരിഞ്ഞു പോകും. അതുപോലെ ഐഡിയ നിനക്കുണ്ടോ? പുള്ളിനെ കൊണ്ട് വെറുതെ കണ്ണ് തുറപ്പിക്കരുത്. തൃക്കണ്ണ് തുറന്നാലുണ്ടല്ലോ എൻ്റെ പൊന്നുമോനെ ലോകം ചാമ്പലായി പോകും. പിന്നെ അവസാനം ഇന്ത്യ മാത്രമായിരിക്കും ഈ മൊത്തം പ്രപഞ്ചത്തിൽ ബാക്കിയാൻ പോകുന്നത്. അമ്മ അതിന് വലിയ പരിപാടികളൊന്നും എടുക്കരുത്. ലിവിങ് ഗോഡ് ഓരോ നിനക്കറിയോ? ഇതൊക്കെ ഞങ്ങൾക്കറിയാം, നിങ്ങൾക്ക് അറിയില്ല എന്ന് വെച്ചിട്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നീയൊക്കെ കണ്ട് വിളിക്കുക, അല്ലെങ്കിൽ നീയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്തു തരാന്നാണ് ഞങ്ങൾ വിളിക്കാത്തത്. ഞങ്ങളെ സംഘിക്കുട്ടികളെ ഇതിന്റെ മൊത്തം പറഞ്ഞു കേട്ടോ നിങ്ങൾക്ക്. ഞങ്ങളുടെ സംഘിക്കുട്ടികൾ മൊത്തം കേട്ടാലുണ്ടല്ലോ അതിനൊക്കെ അവിടെ വന്ന് ചാണകത്തിൽ നോക്കി കൊല്ലും. സംഘിക്കുട്ടികൾ അങ്ങനെ തരിച്ച് നിൽക്കുകയാണ്. തരിപ്പ് മാക്സിമം തീർക്കാറുണ്ട് ഷാഗേന്ന്. അവിടെ തീരാത്ത തരിപ്പ് ഈ നാട്ടിലെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പിന്നെ അമേരിക്കക്കാരെ മേലൊക്കെ ഞങ്ങൾ തീർക്കാറുള്ളത്. വെറുതെ പറയിപ്പിക്കണ്ട കേട്ടോ. ഏതായാലും അവൻ നമ്മളെ വെല്ലുവിളിച്ചതിനെ പറ്റി നമുക്ക് കേൾക്കണ്ടല്ലേ. നമ്മൾ പൊതുവേ നമ്മുടെ മോദിജി വിളിക്കാറുണ്ട്. എന്തിന്? ഇടയ്ക്കൊന്ന് അങ്ങോട്ട് ചെല്ലണം എന്നുണ്ടെങ്കിൽ, അതായത് ട്രംപിന്റെ അടുത്തൊന്ന് പോയി 4 ഫോട്ടോഷൂട്ട് ചെയ്യണം, ട്രംപിന്റെ കൈ ഒന്ന് പൊക്കി, അതായത് നമ്മൾ ട്രംപിനെ വീഴ്ത്തി നമ്മളങ്ങനെ ട്രംപിന്റെ കൂടെ കെട്ടിപ്പിടിച്ച് നടക്കുമ്പം ഇന്ത്യ വിശ്വഗുരുവാണ്, അല്ലെ മോദിജിയാണ് വിശ്വഗുരു, എനിക്കൊക്കെ വെറും ഉച്ചാളികളാന്ന് കാണിക്കണമെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ പ്ലീസ് ഒക്കെ പറഞ്ഞെന്ന് വരും. ഞാനൊന്നങ്ങോട്ട് വന്നോട്ടെ ട്രംപെ, ഇന്നൊന്ന് അക്സെപ്റ്റ് ചെയ്യോ? നിങ്ങൾ എയർപോർട്ടിലും അല്ലെങ്കിൽ വൈറ്റ് ഹൗസിന്റെ വാതിലിന്റെ അടുത്തൊന്നും നിങ്ങൾ വരണ്ട, ആരെങ്കിലും വിട്ടാൽ മതി. പക്ഷേ 2 ഫോട്ടോ എടുക്കാനുള്ള ചാൻസ്, ഒന്ന് ഇങ്ങോട്ട് കെട്ടിപ്പിടിച്ച് ഒന്ന് ഇതിലൂടെ കെട്ടിപ്പിടിക്കാനുള്ള 2 ഫോട്ടോക്കുള്ള ചാൻസ് നിങ്ങൾക്ക് തരണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങൾ പ്ലീസ് പറയും, ഞങ്ങൾ അങ്ങോട്ട് ഫോണൊക്കെ ചെയ്യും കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങൾ തിരിഞ്ഞു നോക്കൂല. കാരണം നമുക്ക് ഇത്രയൊക്കെ അറിയുള്ളൂ രാജ്യതന്ത്രം എന്താണെന്നും രാജ്യം ഭരിക്കേണ്ടത് എന്താണെന്നും എന്താണ് താരിഫ് എന്നും. ഇതുകൊണ്ട് ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്താ മെച്ചം, അല്ലെങ്കിൽ ഇതിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നു നമ്മൾക്ക് അറിയില്ല. കാരണം നമ്മൾ 2ാം ക്ലാസ്സും ഗുസ്തി നമ്മൾ പണ്ട് ഗുജറാത്ത് കലാപത്തിൽ ഞങ്ങൾ തീർത്തു. ഈ 2ാം ക്ലാസ്സിൽ ഞങ്ങൾ മാക്സിമം MA പൊളിറ്റിക്സിന്റെ ഒക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ സർട്ടിഫിക്കറ്റിന്റെ സ്പെല്ലിംഗ് എന്താണെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഒന്ന് ഉറപ്പിച്ച് സർട്ടിഫിക്കറ്റ് എന്ന് പറയാനുള്ള ഒരു പവറൊന്നും നമുക്കില്ല. പിന്നെ ഇടയ്ക്കൊരു പ്ലീസ് പറയാൻ എളുപ്പമാണല്ലോ. ഞാൻ ഇന്നോട്ട് വന്നോട്ടെ, പ്ലീസ് ഇന്നോട്ട് അക്സെപ്റ്റ് ചെയ്യോ? നമ്മൾ എന്തായാലും പറഞ്ഞല്ലേ, കുമ്പിട്ട് മഴവില്ലായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ വിളിക്കില്ല. ഏതാണെങ്കിലും ട്രംപിന്റെ വെല്ലുവിളി അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പച്ചക്ക് ഇവരെ തന്നെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇതിലെ പ്രധാന പോയിന്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാപാര കരാറിലെ തന്ത്രങ്ങളാട്ടോ. അതായത് ട്രംപിന്റെ വ്യാപാര കരാറുകൾ ഒരു ഗോവണി, ഒരു സ്റ്റെയർ പോലെ എന്നാണ് പറയുന്നത്. അതായത് ഇതിൽ ലുട്നിക്ക് പറയുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യം കരാറിൽ ഒപ്പിടുന്ന രാജ്യത്തിന് ഏറ്റവും മികച്ച ആനുകൂല്യങ്ങൾ ലഭിക്കും. ഓരോ പുതിയ കരാർ വരുമ്പോഴും നിബന്ധനകൾ കൂടുതൽ കർശനമാക്കും. ഇങ്ങനെയാണ് ട്രംപ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇന്ത്യക്ക് ലഭിച്ച അവസരം, അതായത് UK-യും അമേരിക്കയും തമ്മിലുള്ള കരാറ് കഴിഞ്ഞപ്പോൾ ഇന്ത്യയുമായി ഒരു കരാറിൽ എത്താൻ വേണ്ടിയിട്ട് ലുട്നിക്ക് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ട്രംപ് പറഞ്ഞ അനുസരിച്ച് ഇതിനായി ഇന്ത്യക്ക് 3 ആഴ്ചത്തെ സമയം നൽകി. ഇത് ജൂലൈയിൽ നടന്ന കാര്യം കേട്ടോ. അങ്ങനെ മോദി വിളിക്കാൻ മടിച്ചു. മോദി വിളിച്ച് പറയണം, കാരണം നമുക്കാണ് വ്യാപാരം വേണ്ടത്. നമ്മളാണ് ലോകശക്തികളിൽ, ഇപ്പം അമേരിക്കനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മളാണ് ത്രോ ബാക്കിൽ. അമേരിക്ക എന്ന് പറഞ്ഞാൽ ഏകദേശം 30 ട്രില്യൺ GDP ഉള്ള രാജ്യമാണ്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ 4 ട്രില്യൺ GDP ആണ്. അമേരിക്കയിൽ 8 കോടിയാണ് ജനങ്ങളുള്ളതെങ്കിൽ ഇന്ത്യയിൽ 140 കോടിയാണ് ജനങ്ങളുള്ളത്. അപ്പം ഇന്ത്യക്കൊരു മെച്ചം കിട്ടണം, രാജ്യത്തിനെ പരമോന്നതിയിൽ എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് വിളിക്കേണ്ടി വരും. നമ്മൾ അങ്ങോട്ട് വിളിച്ചിട്ട് ആസനം നക്കട്ടെ എന്നല്ലല്ലോ ചോദിച്ചത്. അല്ലെങ്കിൽ പണ്ട് നമ്മൾ ഷൂ നക്കാനൊക്കെ ആയിരുന്നു കത്തയച്ചത്, 5 വട്ടം കത്തയച്ചത്. നമ്മുടെ വീർ സവർക്കർ 5 വട്ടം കത്തയച്ചിട്ട് ഷൂ നക്കിയിട്ട് നമ്മൾ ജയിലിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത്. ഇവിടെ അതൊന്നും വേണ്ട. കരാറിൽ ഒപ്പിടണം, അല്ലെങ്കിൽ പുതിയൊരു കരാർ ഉണ്ടാക്കണമെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിളിക്കണം. കാരണം നമുക്കാണ് വേണ്ടത്. മൂപ്പർക്ക് ഇപ്പം ഇങ്ങോട്ടായി കരാർ എന്ന് ഇവിടെ ഇന്ത്യനെ മച്ച വിളിച്ചല്ല, മോദിനെ വിശ്വഗുരുവാക്കിയിട്ട് കാര്യമൊന്നുമില്ല. അപ്പം അങ്ങോട്ട് വിളിക്കണം എന്നുള്ളതായിരുന്നു നിബന്ധന. അങ്ങനെ ഇന്ത്യക്ക് അവസരം കൊടുത്തു. മോദിനോട് വിളിക്കാനും പറഞ്ഞു. മോദി വിളിച്ചില്ല. ഈ കരാർ ഉറപ്പിക്കുന്നതിനായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റിനെ നേരിട്ട് വിളിക്കണമെന്നായിരുന്നു ലുട്നിക്ക് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. എന്നാൽ ആ സമയത്ത് ട്രംപിനെ വിളിക്കാൻ ഇന്ത്യൻ ഭാഗം അസ്വസ്ഥത കാണിച്ചു. ഒരു അൺകംഫർട്ടബിൾ ഒരു പ്രകടനമായിരുന്നു ഇന്ത്യക്കാർ കാണിച്ചത്. ആ ഫോൺ കോൾ നടക്കാതെ പോവുകയും ചെയ്തു എന്നാണ് പുള്ളി പറയുന്നത്. ഇനി ഇന്ത്യക്ക് പറ്റിയ അബദ്ധം എന്താണെന്നും പറയുന്നുണ്ട്. അതായത് ഇന്ത്യ മടിച്ചെന്ന സമയത്ത് അമേരിക്ക ഈ പറഞ്ഞ ലാഡർ, പുള്ളി തുടക്കത്തിൽ പറഞ്ഞ സ്റ്റെയർ പോലെ എന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യ, വിയറ്റ്നാം, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളുമായിട്ട് കരാറിൽ ഒപ്പിട്ടു. അത് കാരണം അവർക്ക് എന്താണ് 15%, 10% മാത്രമേ താരിഫായിട്ടുള്ളൂ. പുതിയ കരാറുകൾ ഒപ്പിട്ടു.
വാണിജ്യ കരാറുകൾ അവരായിട്ട് ഒപ്പിട്ടു ആ സമയത്ത്, ജൂണിൽ നടന്ന സമയത്ത്. അപ്പം ഇന്ത്യക്ക് നേരത്തെ ലഭിക്കുമായിരുന്ന മികച്ച ഇളവുകൾ നഷ്ടപ്പെടുകയും പിന്നീട് വന്ന നിബന്ധനകൾ ഇന്ത്യക്ക് അനുകൂലമാകാതെ പോവുകയും ചെയ്തു എന്നാണ് പുള്ളി പറഞ്ഞത്. നിലവിലെ അവസ്ഥ, ഇന്ത്യ പിന്നീട് ചർച്ചയ്ക്ക് തയ്യാറായി. പിന്നെ നമ്മുടെ മോദിജിക്ക് മനസ്സിലായി നമ്മൾ വെറുതെ വേൾഡ് ടൂർ മാത്രം അടിച്ച് നടന്നുകൊണ്ട് കാര്യമില്ല, ഇവിടെ പുട്ടും പഴവും അടിച്ച് അണ്ണാക്ക് കിട്ടും എന്ന് മനസ്സിലായപ്പോൾ നമ്മൾ അങ്ങോട്ട് ട്രൈ ചെയ്ത് നോക്കി. അപ്പോഴേക്കും അനുകൂലമായ സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്ത്യയിലെ ആഭ്യന്തര രാഷ്ട്രീയവും പാർലമെന്റിലെ നടപടിക്രമങ്ങളിലെ സങ്കീർണതയുമാണ് ഇതിന്റെ വൈകല്യമുണ്ടായത്. പിന്നെ പുള്ളി വേറെ കാര്യം കൂടെ പറഞ്ഞ്, സ്റ്റേഷനിൽ ട്രെയിൻ കുറച്ചേരൊക്കെ നിർത്തിയപ്പം കയറണമായിരുന്നു, അതല്ലാണ്ട് ട്രെയിൻ പോയി കഴിഞ്ഞിട്ട് കയറാൻ ട്രെയിനിന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ അവസാനം എന്തായി? നമ്മൾ കുനിയൂല എന്ന് പറഞ്ഞ് നമ്മൾ കുനിയേണ്ടടുത്തൊക്കെ നമ്മൾ കുനിയുകയും ചെയ്തു. അവസാനം ആവശ്യമുള്ള ഒരു സ്ഥലത്ത് കുനിയൊന്നും വേണ്ട, ഒരു ഫോൺ കോൾ മതിയായിരുന്നു. പുള്ളി ഇങ്ങോട്ട് വിളിച്ചു, നമ്മൾ ഫോൺ എടുത്തില്ല. എന്ത് പറയാനാ? ഏതായാലും വിശ്വഗുരു അല്ലേ, നമ്മൾ വിട്ടുകൊടുക്കുക. നമ്മുടെ പ്രധാനമന്ത്രിയെ കുറ്റം പറയരുതെന്നാണ് സംഘികളൊക്കെ എൻ്റെ വീഡിയോന്റെ താഴത്ത് വന്ന് മെസ്സേജും അല്ലെങ്കിൽ കമന്റും ഒക്കെ എടുത്തു. ഞാൻ കുറ്റം പറയില്ല, പ്രധാനമന്ത്രി പൊളിയാണ്, കിടുവാണ്. അതായത് പട്ടി കിടന്ന് ചാവുമ്പോൾ സംഘികളെ നിങ്ങൾ ചാണം തിന്നും, പക്ഷെ ഞങ്ങൾ ചാണം തിന്നും പരിചയമില്ല. അപ്പം ഞങ്ങളിപ്പോൾ എന്താ കഴിക്കും? ഞങ്ങൾക്ക് ഭക്ഷണം, ചോറ് വേണം. സംഖ്യയ്ക്ക് ചാണവും പശുമൂത്രമൊക്കെ കുറിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷെ ഞങ്ങളെ കൊണ്ട് പറ്റുമല്ലോ. അവിടെയുള്ള പ്രശ്നം പിന്നെ അതുകൊണ്ടാണ് നമ്മൾ പ്രതികരിക്കുന്നത്. സംഖ്യകളാകുമ്പോൾ പട്ടിണി പാവങ്ങളാണ്, വലിയ മെച്ചമൊന്നുമില്ല, ഗുണമില്ല, പഠിപ്പുമില്ല, വിദ്യാഭ്യാസവും ഇല്ല, കച്ചവടവും ഇല്ല, പൈസയില്ല, ഒന്നുമില്ല. നിങ്ങൾ എവിടെയും കിടക്കും. പക്ഷെ നമ്മൾ അങ്ങനെ, നമ്മൾ അല്ലാത്ത രീതിയിലോട്ട് മാറിപ്പോയി. പണ്ട് കുറേ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? പക്ഷെ ഇപ്പം നമ്മൾ അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് എങ്ങനെ ജീവിക്കണം എന്ന് പഠിച്ചു. നിങ്ങളിപ്പോഴും ജയശ്രീരാമനും വിളിച്ചിട്ട് ചാണകം തന്ന് ജീവിച്ചുകൊണ്ട് കാര്യമില്ല. പാവം രാമൻ പോലെ ഒന്നും അറിയുന്നില്ല. ഇതിൽ പള്ളിപ്പറമ്പിലെ രാമന് സ്വൈര്യക്കേടാണ്, അത് വേറെ പോട്ടെ, നമ്മളൊന്നും പറഞ്ഞ് അങ്ങോട്ടൊന്നും നമ്മൾ കിടക്കുന്നില്ല. ഏതായാലും അവസാനം അടിച്ച് കിട്ടിയിട്ടുണ്ട് 500% താരിഫ്. പുതിയ ബില്ല് വരുന്നുണ്ട്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് തുടർന്ന സാഹചര്യത്തിൽ ഇന്ത്യ, ചൈന, ബ്രസീൽ എന്നീ രാജ്യങ്ങൾ ഇറക്കുമതി തീരുവ ഏകദേശം 500%. അറിയാണ്ട് പറഞ്ഞത് 50, പണ്ടേ 50. 50 മാറിപ്പോൾ 500%-ലേക്കുള്ള ഒരു ബില്ല്, പുതിയ ബില്ല് അമേരിക്ക സെനറ്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ മൊത്തത്തിൽ ബാധിക്കും എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഇനി റഷ്യൻ എണ്ണ ഇന്ത്യ കുറച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? നമ്മുടെ ജയശങ്കറിന്റെ മുമ്പ് പോളണ്ടിന്റെ വിദേശകാര്യമന്ത്രി വരെ പറഞ്ഞു. നമ്മൾ ഇന്നലത്തെ വീഡിയോ ക്ലിപ്പ് ഇട്ടിരുന്നിട്ടോ, സംഘികളെ വേണേ പോയി കണ്ടോ, അല്ലാതെ കാണുന്ന ആൾക്കാർക്ക് അറിയാം സത്യാവസ്ഥ. അപ്പം റിലയൻസ് വന്ന് പറഞ്ഞു ഞങ്ങൾ വാങ്ങിക്കുന്നത് നിർത്തിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെ നിർത്തിയിട്ടും ട്രംപ് വിട്ടുകൊടുക്കുന്നില്ല. കാരണം എന്താണ്? ഒരു ട്രംപിനെ ഒരു കോൾ ചെയ്യേണ്ടിയിരുന്ന അത് നമ്മൾ ചെയ്തില്ല. നമ്മളിവിടെ എന്ത് ചെയ്തു എന്നറിയോ? നമ്മളിവിടെ വേറെ കുറെ രാജ്യങ്ങളിൽ ടൂർ അടിച്ചു. സംഖ്യകളോട് പറഞ്ഞു അമേരിക്ക അല്ലെങ്കിൽ പ്രശ്നമില്ല, വിശ്വഗുരു വിശ്വം ചുറ്റി ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ ഇന്ത്യനെ പുഷ്ടിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടതെന്ന് പറഞ്ഞു. അവസാനം പുഷ്ടിയില്ല, അവസാനം കുഷ്ഠം പിടിച്ച അവസ്ഥയിലോട്ട് ഇന്ത്യനെ എത്തിച്ചിട്ടുണ്ട് നമ്മുടെ വിശ്വഗുരു ചക്കക്കുരു. അപ്പം ഇപ്പം 500% കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഒരു വലിയ കയറ്റുമതി, ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വലിയൊരു കയറ്റുമതി മൊത്തത്തിൽ മുഞ്ചിത്തെറ്റും എന്നുള്ളത് കൊണ്ട് ഇനി എന്താണ് വിശ്വഗുരു ചെയ്യാൻ പോകുന്നത്? അന്ന് ഒരു ഫോൺ കോൾ മതിയായിരുന്നു. ഇനി അയാളെ കാലും എല്ലാം പിടിക്കാനൊക്കെ ഇയാൾ പറയാം. ഏതായാലും മോദി എന്ന് വന്ന് എൻ്റെ കാല് പിടിച്ചോട്ടെ, ആ 4 ഫോട്ടോ എടുത്ത് നമുക്ക് ഇടാം എന്നൊക്കെ പറയും. അതേതായാലും അധികം വിദൂരമല്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഏതായാലും നയതന്ത്രപരം മൗനം നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. നമ്മളിപ്പോൾ മൗനത്തിലാണ് ഗൈസ്, നമ്മൾ മൗനത്തിലാണ്. നമ്മുടെ വിശ്വഗുരു മിണ്ടാറില്ല, നമ്മുടെ ലേസറൈ ജയശങ്കർ മിണ്ടാറില്ല, ഇന്ത്യയുടെ നയതന്ത്ര ഡിപ്പാർട്ട്മെന്റ് മിണ്ടുന്നില്ല. ദിവസവും ട്രംപ് ഓരോന്ന് പറഞ്ഞുകൊണ്ടിട്ടുണ്ട്, നമ്മൾ മൗനത്തിലാണ്. ഇപ്പം നമുക്ക് മൗനവ്രതമാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നുന്നുണ്ട്. ഇനി അറിയാണ്ട് വാ തുറന്നു കഴിഞ്ഞാൽ, സത്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഖ്യകളെല്ലാവരും കൂടെ പൊങ്കാലിടും. ഈ സത്യമല്ല, ഞങ്ങൾ ഭയങ്കര കിടിലനാണ്, ബയോളജിക്കൽ ദൈവം എന്ന് പറഞ്ഞ ലോക രാജ്യങ്ങൾ മൊത്തം പൊങ്കാലിടും. പൊങ്കാല ഉറപ്പാണ്. ഇതിൽ പെട്ടുപോകണതൊന്നും അറിയാതെ ഇന്ത്യയിലെ സംഘികളും ഈ പറഞ്ഞ കൃസംഘികളും മുസംഘികളും ഈ പറഞ്ഞ എച്ചിലുകളും അല്ലാത്ത കുറച്ച് മനുഷ്യന്മാരില്ലേ, ഇവന്മാർ ഇതിൽ പെട്ടില്ലേ? ഇതെന്താ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഒന്നും പറ്റുന്നില്ലല്ലോ. ഇല്ല, എന്ത് ചെയ്യാനാ അല്ലേ? ഏതാണെങ്കിലും വീണ്ടും പറയുന്നത്, വീഡിയോസ് ലൈക്ക് കൂടുന്നുണ്ട്, സബ്സ്ക്രിപ്ഷൻ കൂടുന്നുണ്ട്. അതെന്താ അറിയോ, നമുക്ക് ആ ഒരു പോസിറ്റിവിറ്റി കിട്ടുമ്പോഴല്ലോ നമ്മൾ പറയാണ്ട് കയറുത്. നമ്മൾ എന്തിനാ മസിൽ പിടിക്കുന്നത്? നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കുറച്ച് 2-3 ദിവസങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട് കേട്ടോ. വീണ്ടും ഞാനിത് പറയുന്നത്. ഒരുപാട് നന്ദിയുണ്ട്, ശരിക്കും നന്ദി തന്നെ കേട്ടോ. അതിനിപ്പോൾ എന്താ പറയുക, ആ പറഞ്ഞതിനുള്ള ഒരു അക്സെപ്റ്റൻസ് കിട്ടുമ്പോഴല്ലോ വീണ്ടും ഞാൻ അറിയാണ്ട് പറഞ്ഞു. വീഡിയോയിൽ 1 മിനിറ്റ് ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കുന്നുള്ളൂ. ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പറയും. കിട്ടുന്ന സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് കിട്ടുന്ന തന്നെ പറയും. താങ്ക് യു.